എമ്പുരാനേ എമ്പുരാനേ എന്താ പൗർണമിച്ചിരിക്കുന്നത്? അല്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ പാട്ട് പാടിയ പ്രേക്ഷകർക്ക് വട്ടായത് അങ്ങനെയല്ല. കാരണം എമ്പുരാൻ എന്ന പടം നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും മാർച്ച് 27 കാത്തിട്ട് നിൽക്കുന്ന ഒരു പടമാണല്ലേ. കാരണം ഇതിൻ്റെ ഫസ്റ്റ് 2019 മാർച്ച് 22 റിലീസ് ചെയ്ത നമ്മുടെ ലൂസിഫർ, ആ ലൂസിഫർ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പത്തെ അവസാനത്തെ വമ്പൻ ഹിറ്റായിരുന്നു. പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ ഒരു കരിയറിൽ അതുപോലൊരു ജോണർ ഇറങ്ങിയിട്ടില്ല. അതുപോലൊരു വെറൈറ്റി, പ്രത്യേകിച്ചും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആ ഒരു സംവിധാന മികവെന്ന് പറഞ്ഞാൽ അത്യന്തം ഗംഭീരമായി പോയി. നമുക്കത് വാക്കുകളില്ല. അതിനേക്കാളും ഗംഭീരമായിട്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ പടം 27-ാം തീയതി റിലീസ് ചെയ്യാൻ ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ ഈ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് പൃഥ്വിരാജ് ഓരോ ക്യാരക്ടറൊക്കെ ഓരോ ദിവസവും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാർ കണ്ടുകൊണ്ട് ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു അബ്രാം ഖുറേഷിയുടെ ക്യാരക്ടർ മോഹൻലാൽ ചെയ്യുന്ന റോളാണ് ലാസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ ഇതുവരെ സിനിമ റിലീസ് കാണാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ടീമും നമ്മുടെ ലൂസിഫറിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന പോലെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകുമോ എന്ന സംശയത്തിൽ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലാണ്, മെയിൻ സ്ട്രീമും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ന്യൂസ് 18 പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എമ്പുരാൻ്റെ റിലീസ് മാറ്റാൻ പോകുന്നു, അത് 27 നടക്കുമോ? ലൈക്ക പ്രൊഡക്ഷൻസ് ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്. അവർ റിലീസ് ചെയ്ത മിക്ക പടങ്ങളും എട്ടുനിലയിൽ പൊട്ടിയതാണ്. അവർ റിലീസ് ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ പലതും എട്ടുനിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എമ്പുരാൻ്റെ റിലീസ് ഈ പറയുന്നത് പോലെ മാർച്ച് 27 നടക്കുമോ എന്ന സംശയം പല പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. പല പ്രേക്ഷകർക്കല്ല, കേരളത്തിലെ മുഴുവൻ അധികം പ്രേക്ഷകർക്ക് 2-3 ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് ചർച്ച. പൃഥ്വിരാജിന് അനക്കമില്ല, പൃഥ്വിരാജ് വേറെ പടത്തിൽ ഇനി നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നു, ടീസറിന് അപ്ഡേറ്റ്സ് ഇല്ല, ട്രെയിലർ ഇറങ്ങുന്നില്ല, ഒന്നുമില്ല. ആൾക്കാർ കിടന്ന് ബഹളത്തോട് ബഹളം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു എഫക്റ്റ് നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസർമാരുടെ ചാനലിലൂടെ ആയാലും നമ്മുടെ നോർമൽ സാറ്റലൈറ്റ് ചാനലിലൂടെ ആയാലും എമ്പുരാൻ റിലീസിനെ കുറിച്ച് വല്ലാതെ വേവലാതി കാണാൻ തുടങ്ങി. താൻ കണ്ടിരുന്നു ഇതുവല്ലോ? എന്റെ പാട്ട് കേട്ടിട്ട് ഹാങ് ഓവർ ആയിരിക്കുമല്ലേ? ക്ഷമിക്കൂ സഹോദരി. നല്ലായിരുന്നു. അതല്ല ഞാൻ ആലോചിച്ചത്. ഇപ്പം ലൂസിഫർ ഇറങ്ങി അതിന് ശേഷം ആ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അന്ന് വിചാരിച്ചു ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ ഇനി അതാവാൻ വേണ്ടി, എത്ര സമയം കാത്തിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. ാണ് ആ ഒരു കാത്തിരിപ്പിനൊക്കെ ഒരു കെട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ മാർച്ച് 27 എമ്പുരാന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. അത് ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാമോ ആ രീതിയിലെല്ലാം പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ ഒരു ക്യൂരിയോസിറ്റി, കാണുന്നവരിലെല്ലാം ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്നതുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് 27 ആവട്ടെ, അല്ലെങ്കിൽ അത് ഇത്രയും നാളും എമ്പുരാൻ എന്ന സിനിമയെ പറ്റി ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് റിലീസ് ഡേറ്റിൽ കാണണമെന്നോ, അല്ലെങ്കിൽ അത് ഇറങ്ങിയ കാണണം, നോർമലി എല്ലാ സിനിമകളും ഇറങ്ങുമ്പോൾ കാണണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഫൈൻ, എമ്പുരാൻ ഇത്രയും വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ആ സിനിമയെ ഒരാളുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എമ്പുരാൻ ഇറങ്ങുമ്പോൾ തന്നെ കാണണം. ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംശയം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകളായിട്ട് യാതൊരുവിധ അപ്ഡേറ്റ്സും ഇല്ല. അതായത് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു സിനിമ വരുമ്പോഴേക്കും എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റെങ്കിലും ആരിൽ നിന്നെങ്കിലും നമ്മൾ നോർമലി കാണാറുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു പ്രൊമോഷൻ ടീം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്യാരക്ടേഴ്സിനെ എല്ലാം പുറത്തു വിട്ടതിന് ശേഷം ഈ കുറച്ച് കാലഘട്ടമായിട്ട് യാതൊരുവിധ അപ്ഡേറ്റ്സും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും മാർച്ച് 27 എന്നുള്ളത് വലിയ വേൾഡ് വൈഡായിട്ട് ഡിക്ലെയർ ചെയ്തൊരു ഡേറ്റ് ആണ്, അന്ന് തന്നെ റിലീസ് ചെയ്യുമോ, ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അതിന് കാരണം മറ്റൊന്നുമല്ല, ശരിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസൂടെ ചേർന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ അവസാനം എന്ത് തന്നെയായാലും ഈ ലൈക്ക പ്രൊഡക്ഷൻസ് പിൻവാങ്ങിയെന്നും, അതുപോലെ തന്നെ ഇനി ഗോകുലം മൂവീസ് ആണ്, ഗോകുലം മൂവീസ് ആണ് ഇനി ഈ സിനിമ പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. അതായത് വിവാദങ്ങൾക്ക് ഇവിടെ ഒരു വിരാമമായിട്ടുണ്ട്. അതായത് മാർച്ച് 27 തന്നെ ഈ സിനിമ റിലീസ് ചെയ്യും. നമുക്കറിയാം ഈ ലൈക്ക പ്രൊഡക്ഷൻസിന് എനിക്കൊന്ന് ലാസ്റ്റ് ഇറങ്ങിയ മൂവി എന്ന് പറയുന്നത് വിദാമുയർച്ചി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ പരാജയമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇവർ ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു രീതിയൊന്നും നോക്കിയിട്ടില്ല. ഒരു നല്ല സ്റ്റാർ അല്ലെങ്കിൽ ഒരു വമ്പൻ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാർഡം നോക്കിയിട്ടാണ് അവരൊരു സിനിമ ഏറ്റെടുക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് മുൻപ് എടുത്തിട്ടുള്ള എല്ലാം നോക്കിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണ് കൂടുതലും ആളുകൾ കഥ നല്ലതാണോ, അല്ലെങ്കിൽ അഭിനയിക്കുന്നത് നല്ലതാണോ, പ്രേക്ഷകർ ഏത് രീതിയിലുള്ള കഥകൾ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ സെലക്ട് ചെയ്യും, കാണും എന്ന് നോക്കിയിട്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലൈക്ക പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു എമ്പുരാൻ ആണെങ്കിൽ പോലും മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെ ഈ മുൻനിര നായകന്മാരുള്ളത് കൊണ്ടായിരിക്കണം അവർ ഇതിലും ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അവർ എന്തുകൊണ്ടോ അത് ഈ കഴിഞ്ഞ മൂവീസ് പരാജയമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്ന് 75 കോടിയോളം
കോടിയോളം രൂപയാണ് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ എമ്പുരാന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 75 കോടി രൂപയും അവർ തിരിച്ചു ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ ഒരു 10 കോടി രൂപ കൂടി അവർ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുന്നു. ഇതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർ തന്നെ നേരിട്ട് വന്ന് പറയണം. എങ്കിലും നമുക്ക് പറയാനുള്ളത് ഈ കൺഫ്യൂഷനുകൾക്കെല്ലാം ഇവിടെ ഒരു എൻഡ് ആയിരിക്കുകയാണ്. എന്തായാലും മാർച്ച് 27 തന്നെ എമ്പുരാൻ എത്തും. കാരണം ശരിക്കും അത് മാറ്റി വെച്ചിരുന്നെങ്കിലും ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയായിരുന്നു. കാരണം ഇത്രയും ഒരു വലിയ ചിത്രമായിട്ട് വന്നിട്ട് പക്ഷെ പിന്നെ ആൾക്കാർക്ക് കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇവർ പറഞ്ഞതുപോലെ ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിച്ചിട്ടുള്ളൂ. മാർച്ച് 27 എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്ക്, അതായത് സിനിമയോട് താല്പര്യമുള്ള ആർക്കും പെട്ടെന്ന് എമ്പുരാൻ മനസ്സിൽ വരും അല്ലേ? അതെ അതെ. ഇപ്പോൾ എമ്പുരാന്റെ കേസ് ഇപ്പോൾ പൗർണമി പറഞ്ഞതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസ് അവർ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ സിനിമകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവരുടെ സിനിമകളെല്ലാം തന്നെ ബ്രഹ്മാണ്ഡ സിനിമകൾ. പക്ഷേ എല്ലാ സിനിമകളൊന്നും വിജയമായിരുന്നില്ല. ഒട്ടുമിക്ക സിനിമകളും ഇപ്പോൾ പൊട്ടി തകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിടാമുയർച്ചി, അതോടൊപ്പം തന്നെ PS2 ഇതൊക്കെ ആവറേജ് വിജയങ്ങളായിരുന്നു. ഇന്ത്യൻ 2 8 നിലയിൽ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മേ ബി സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻറ്റ്യൂഷൻസിന്റെ ആൾക്കാരും കൂടാണ്. അവർ ചില കമ്പനികൾ അവർക്ക് രാശിയല്ല, ചില കമ്പനികൾ രാശിയാണ്, അങ്ങനെ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ആശീർവാദ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വമ്പൻ വിജയം, നരസിംഹം എന്ന സിനിമയുടെ വമ്പൻ വിജയത്തോടു കൂടിയാണ് ആശീർവാദ് സിനിമ ആദ്യം ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഏതാണ്ട് 36ഓളം സിനിമകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമകൾ മിക്കതും വിജയങ്ങൾ തന്നെയായിരുന്നു. നരൻ ഉൾപ്പെടെയുള്ള സിനിമകൾ, ലാസ്റ്റ് അടങ്ങിയ നേര് ഒക്കെ ആശീർവാദ് സിനിമാസിന്റെയാണ്. അങ്ങനെ ആശീർവാദ് സിനിമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയങ്ങളുടെ കഥയാണ് കൂടുതലും പറയാനുള്ളത്. അതോടൊപ്പം ഗോകുലം മൂവീസ് ആയാലും എനിക്കൊന്ന് പഴശ്ശിരാജയൊക്കെ ഗോകുലം മൂവീസാണ്. ഒരുപാട് നല്ല പടങ്ങൾ ഗോകുലം മൂവീസ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇവൻ തെലുങ്ക് പടങ്ങളൊക്കെ ഹിറ്റായ തെലുങ്ക് പടങ്ങളൊക്കെ മിക്കതും വിതരണം ഗോകുലം മൂവീസാണ്. സോ ഗോകുലം മൂവീസിലേക്ക് മാറിയെന്നാണ് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറാൻ കാരണം ഒന്ന് അവരുടെ ആർത്തി, പിന്നെ അവരുടെ അഹങ്കാരം. താൻ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഒരു നോർമൽ ഒരു സാധാരണ ഫിലിം ഇൻഡസ്ട്രിയാണ്, ഏറ്റവും ചെറിയ ഫിലിം ഇൻഡസ്ട്രികളിലൊന്നാണ്. പക്ഷേ മലയാള സിനിമയുടെ ഒരു കഴിവും കൊണ്ട് അവരുടെ ഒരു സ്റ്റൈലൊക്കെ കൊണ്ടാണ് ഇപ്പോൾ മലയാള സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തിയിട്ടുള്ള വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളത്. അതും ചെറിയ സിനിമകളാണ് 100 കോടി ക്ലബ്ബുകളിലൊക്കെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു പോലുള്ള ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകളൊക്കെയാണ് ഈ 100 കോടി 50 കോടി ക്ലബ്ബിലൊക്കെ കയറി പോയിട്ടുള്ളത്. അല്ല ബ്രഹ്മാണ്ഡ പടങ്ങൾ എടുത്തിട്ട് ബ്രഹ്മാണ്ഡ കോടികൾ കൊയ്ത പടങ്ങളൊന്നും മലയാള സിനിമയിൽ വളരെ കുറവാണ്, എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. അതിലൊരു എക്സെപ്ഷനാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. നല്ല പൈസ മുടക്കി ഇറക്കിയ സിനിമയാണ്. 6 രാജ്യങ്ങളോളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടം പൈസ ഇറക്കി തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ലോകം മുഴുവൻ ഒരു നോക്കുന്ന ഒരു പടമാണ്. പ്രത്യേകിച്ചും ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു അത് ഏറ്റെടുത്തിരുന്നത് കൊണ്ട് തന്നെ ഈ പടത്തിനോടുള്ള ഒരു ഈ വേൾഡ് വൈഡ് റിലീസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഉറ്റുനോക്കിയിരുന്നു ഒരു ഹോളിവുഡ് മൂവിയോടൊപ്പം അല്ലെങ്കിൽ ബോളിവുഡ് മൂവിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ലെവലിലേക്ക് മലയാള സിനിമയെ മാറ്റുമെന്നൊക്കെയായിരുന്നു ചിന്താഗതികൾ. പക്ഷേ ഈ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഈ ഒരു ശാപം, ഐ മീൻ എന്ത് എടുത്താലും അത് 8 നില പൊട്ടിപ്പോകുന്ന ഒരു ശാപം വന്നുകൊണ്ട് ഒരു പക്ഷേ അണിയറ പ്രവർത്തകർ, പൃഥ്വിരാജിനെ പോലുള്ള അണിയറ പ്രവർത്തകർ റീതിങ്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെയിൻ റീസൺ ഫിനാൻസ് തന്നെ ആവാം. നമ്മൾക്കും അറിയാൻ സാധിച്ചത് ഈ പറയുന്ന പോലെ പൈസ കൂടുതൽ ചോദിക്കുക, അതായത് തങ്ങൾ എത്ര വിതരണം നടത്തി പൊട്ടിപ്പോയാലും തങ്ങൾക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം എന്ന ചിന്താഗതി. പക്ഷെ അത് പാടില്ലല്ലോ. അപ്പോൾ അതിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു മണ്ടന്മാരല്ല പൃഥ്വിരാജ് സുകുമാരൻ, ഒരു മണ്ടനേ അല്ല. അദ്ദേഹം വളരെ പഠിച്ച വളരെ ഡീപ്പസ്റ്റ് നോളജുള്ള ഒരു മനുഷ്യനാണ് സിനിമയെക്കുറിച്ച്. അദ്ദേഹത്തിന് ആദ്യ പടത്തിൽ തന്നെ ടെക്നിക്കൽ മികവ് കൊണ്ടും ഡയറക്ടോറിയൽ മികവ് കൊണ്ടും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജും അദ്ദേഹത്തിന് അണിയറ പ്രവർത്തകരും ഈ ആശീർവാദ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം, അങ്ങനെ നമ്മളോട് കളിക്കേണ്ട, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അതായത് സെക്കൻഡ് പാർട്ട് എടുക്കാൻ 5 വർഷങ്ങൾ 2019 ഏതാണ്ട് 2019 ലാസ്റ്റ് മാർച്ച് 28 റിലീസ് ചെയ്ത പടമാണ് എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. ആ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് L2 വരുന്നത് 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. സോ അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പടം പൊട്ടാൻ അവർ സമ്മതിക്കില്ല. അതുമാത്രമല്ല ക്വാളിറ്റി സിനിമകൾ നിർമ്മിക്കുന്നതിലും സംവിധാനം ചെയ്യുന്നതിലും മികവ് കാണിക്കുന്നതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ മിക്കവരും തന്നെ. സോ ഇതിൻ്റെ ഒരു വിതരണത്തിൻ്റെ പ്രശ്നത്തിൽ ഈ സിനിമ നിന്നു പോകരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിലീസ് മാറ്റിവെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവരുടെ ദുസ്വപ്നങ്ങൾ പോലും ഇല്ലാത്തതാണ്. കാരണം പൗർണമി പറഞ്ഞ പോലെ വിടാമുയർച്ചി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിലീസ് ആകുന്നതിനും 1 മാസം മുമ്പ് റിലീസ് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. പൊങ്കൽ റിലീസായിട്ട് വരേണ്ട സാധനമാണ്, അത് റിലീസ് ചെയ്തില്ല. അതും ലൈക്ക പ്രൊഡക്ഷൻസ് മാറ്റിക്കളഞ്ഞാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. അത് മലയാളത്തിൽ ആ കളി നടക്കത്തില്ലെന്ന് ഈ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ആശീർവാദ് സിനിമ തീരുമാനിച്ചു. അവർ തീരുമാനിച്ച പിന്നെ എന്ത് നോക്കാൻ, ഗോകുലം ഗോപാൽ, നമ്മുടെ സ്വന്തം ഗോകുൽജി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. സോ മാർച്ച് 27 തന്നെ എമ്പുരാൻ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ പൗർണമി? തീർച്ചയായും. പിന്നെ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയത്, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കണ്ടു അല്ലെ, റെഫറൻസിനൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ കമൻസ് നോക്കിയപ്പോൾ എമ്പുരാൻ ഇറങ്ങിയില്ലെങ്കിൽ ആരും കഞ്ഞി കുടിക്കില്ല, എമ്പുരാൻ ഇറങ്ങിയില്ലെങ്കിൽ ആർക്കും അരി കിട്ടില്ല, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് 2 കിലോ എമ്പുരാൻ വീതം കിട്ടും എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് ഞാൻ ഒരുപാട് കണ്ടു. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വിമർശിക്കാനും കാണും, നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ ഇവിടെ നിന്ന് എമ്പുരാന്റെ കാര്യം. പക്ഷെ എല്ലാ മനുഷ്യന്മാർക്കും
എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. ഇപ്പൊ ഇത് കാണുന്ന പലർക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്ത അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും, താല്പര്യം ഇല്ലാത്തവരും ഉണ്ടാവും. താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. താല്പര്യമുള്ളവർക്ക് വേണ്ടി അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവർ കാണട്ടെ. അല്ലാതെ നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് എമ്പുരാൻ 2 കിലോ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടോ ഒന്നും അല്ലാതെ ആ കമന്റ്സ് ഒക്കെ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. കാരണം ഇത്ര എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും കമന്റ്സ് ഇടാൻ നമ്മൾ മലയാളികൾ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്തു തന്നെയായാലും അതൊന്നും നമുക്കൊരു വിഷയമല്ല. അങ്ങനെ ഫൈനലി എമ്പുരാൻ 27-ാം തീയതി മാർച്ച് 27 വരെ തിയേറ്ററിലെത്തും. അപ്പോൾ ഫാൻസുകാരെല്ലാം റെഡി ആയിട്ടിരുന്നു, നമുക്ക് ഒന്നിച്ചു പോയി കാണാം.